നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഞാൻ ഈ 2 വർഷങ്ങൾ കൂടുമ്പോഴാണ് കേരളത്തിലേക്ക് ഒരു യാത്ര പോകുന്നത്. കേരളം നാട് കാണാനൊക്കെയായിട്ട് പോകുമ്പോൾ അങ്ങനെ ഈ 2 വർഷം കൂടുമ്പോൾ യാത്രയിൽ 2 വർഷം ഇടവേളയ്ക്ക് ശേഷമുള്ള യാത്രയിൽ ഓരോ തവണ പോകുമ്പോഴും കേരളത്തിലെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇത്തവണ പോയപ്പോൾ ഞാൻ കണ്ടൊരു മാറ്റം എന്ന് പറയുന്നത് ബന്ധുവീടുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ കേരളത്തിൽ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പ്രായമായ അപ്പച്ചനും അമ്മച്ചിമാർ മാത്രമാണ് അന്ന് കേരളത്തിലുള്ളത്. അത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം കുട്ടികളെ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയുള്ള നാരായണമൂർത്തിയെ പോലുള്ള ആളുകൾ ഭരിക്കുന്ന, അല്ലെങ്കിൽ ഭരിക്കുന്നതെന്നല്ല, നാരായണമൂർത്തിയെ പോലുള്ള ആളുകൾ ചരട് വലിക്കുന്ന ഇന്ത്യയിൽ ഒരുപക്ഷെ യുവാക്കൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. കാരണം 18ഉം 20ഉം ഡോളറൊക്കെ മണിക്കൂറിന് പേയ്മെൻറ്റ് വാങ്ങുന്ന ഓരോരുത്തർ കൊടുക്കുന്ന $1 പോലും $0.5 പോലുമാണ് പലപ്പോഴും നാരായണമൂർത്തി കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്കിൽ അവരുടെ കമ്പനികൾ വീർപ്പിച്ച് കൂട്ടുന്ന, അവർ ഭരിക്കുന്ന അല്ലെങ്കിൽ അവർ ചരട് വലിക്കുന്ന രാജ്യത്ത് ഒരു പക്ഷെ താമസിക്കുമ്പോൾ യുവാക്കൾക്ക് നാട് വിട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ കുറ്റം പറയാൻ സാധിക്കില്ല. അങ്ങനെ വിട്ടു പോകുന്ന ഓരോ കുടുംബങ്ങളിലും ഞാൻ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഒരു ഹോം കെയർ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രതിഭാസം. അത് കുറ്റമൊന്നുമില്ല. തീർച്ചയായും യുവാക്കളും യുവതികളും ഒരുപാട് പേര് വരുന്നു. നല്ല ശമ്പളമുണ്ട്, ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ താമസം ഫ്രീ, 24 മണിക്കൂറും വീട്ടിൽ താമസിക്കണം. അങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അവൻ അല്പം തട്ടിപ്പും വെട്ടിപ്പൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ സ്വഭാവമൊന്നും അത്രയൊരു സ്വഭാവ ദൂഷ്യമുള്ളൊരു വ്യക്തിയാണ്. അവൻ ആ ഒരു വീട്ടിൽ അവനവിടുത്തെ ഹോം നേഴ്സാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നീ ഇവിടെ? ഞാനിപ്പം പഴയ പരിപാടിയൊക്കെ വിട്ടു സുഹൃത്തെ. ഇപ്പം ഞാനിപ്പോൾ ഒതുങ്ങിക്കൂടി ഇപ്പം ഈ ഒരു പരിപാടിയാണ്. തിരക്കേടില്ല, താമസിക്കാൻ എനിക്ക് വീടൊന്നുമില്ല, ലോഡ്ജിലാണ് താമസിക്കാറ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രീ ആയിട്ട് താമസം കിട്ടും, ഫ്രീ ആയിട്ട് ഫുഡും കിട്ടും. പിന്നെ ഈ മൊത്തത്തിലുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അദ്ദേഹത്തിന് വയ്യ, ചിലപ്പോൾ എനിക്കും ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ മൊത്തം അവസ്ഥ. അതായത് ഹോം കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിശ്വസിച്ച് നമ്മുടെ ഉദ്ദേശം എന്താ, ഈ മറുനാട്ട്, അതായത് വെളിയിൽ താമസിക്കുന്ന മക്കളുടെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് അപ്രായമായ അപ്പനമ്മ എന്തു ചെയ്യും, അവർക്ക് പ്രായമാകുന്നവർ നോക്കാൻ ആരും ഇല്ല. ആ ഒരവസ്ഥയിലാണ് നമ്മൾ ഹോം കെയർ ഏജൻസിയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന പലരും എന്ന് പറയുന്നത് മുച്ചിട്ട് കളിക്കാരും തട്ടിപ്പുകാരൊക്കെയാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് കേട്ടോ. ഒരു കൂട്ടം പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്നും ഇല്ലാതെയാണ് ഏജൻസിയുടെ ഉദ്ദേശം എന്നാണ്, ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു 10% അല്ലെങ്കിൽ 20% അവർ പിടിക്കും. അവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇവനെങ്ങനെയെങ്കിലൊക്കെ ഒരു 6 മാസം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു തുക അവർക്ക് അടിച്ചു മാറ്റാം ഇവൻ്റെ ശമ്പളത്തിന്. മറ്റേ വരുന്ന പുള്ളി ഉദ്ദേശം ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ എങ്ങനെയെങ്കിലും 5-6 മാസം ഇവിടെ നിൽക്കുക. അതായത് വരുന്നവന് മെഡിക്കൽ ഫീൽഡുമായി യാതൊരു ബന്ധവുമില്ല, കമാന്നൊരു പരിപാടി അറിയില്ല. വരിക, ഉറങ്ങുക, മൊബൈൽ നോക്കുക, ഭക്ഷണം കഴിക്കുക, ഇതാണ് മെയിൻ പരിപാടി. 90% വീടുകളിൽ അംഗങ്ങളൊന്നും പറയാറില്ല. കാരണം എന്തുകൊണ്ടാണ്, മറുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇട്ടേച്ച് പോയാൽ വേറെ ആളെ കിട്ടില്ല, ഏജൻസിക്കാരും കൊടുക്കില്ല, ആരും വരാനും തയ്യാറാവുന്നില്ല. അപ്പോൾ ഇന്ന് കേരളത്തിലെ മൊത്തം അവസ്ഥ എന്ന് പറയുന്നത് പ്രായമായവരെ നോക്കാൻ ആരുമില്ല. വരുന്നവരോ ഭൂലോക ഉടായ്പമാർ, പലരും പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും പലതരത്തിലുള്ള ചിന്താഗതികളുമായിട്ടാണ് വരുന്നത്. പക്ഷെ അപ്പോൾ ഈ സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത്, അതായത് ഈ കേരളത്തിന് വെളിയിൽ ഒരുപക്ഷെ ബാംഗ്ലൂരായാലും ദില്ലിയിലായാലും ബോംബെയിലൊക്കെ ആയാലും ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ഏകദേശം 30% നമ്മുടെ പോപ്പുലേഷൻ ഏജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വലിയൊരു ഇൻഡസ്ട്രിയാണ് ഹോം കെയർ. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇന്നും ഒരു ഹോം കെയർ ഇൻഡസ്ട്രി, അതായത് അസിസ്റ്റ് ലിവിങ്, സീനിയർ ലിവിങ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിനോട് ആളുകൾക്കൊരു താല്പര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം കുട്ടികൾ, അതായത് വിദേശത്തുള്ള എല്ലാവരും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അപ്പനും അമ്മയും നാട്ടിലുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമായിരിക്കാം നിങ്ങളുടെ ഭവനത്തിൽ നോക്കണമെന്നുള്ളത്. പക്ഷേ അതിന് വരായികൾ എന്ന് പറയും ഇതാണ്, മെഡിക്കൽ ഫീൽഡുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് ഈ പറയുന്ന ഹോം നേഴ്സുമാർ. അവർ തൽക്കാലത്തേക്ക് വരുന്നു, പലരെയും വിശ്വസിക്കാനും കൊള്ളില്ല. ഇവർക്ക് പലരും അബ്യൂസ് എന്ന് പറയുന്നത് ക്യാമറ ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഇവർക്ക് കിട്ടാവുന്ന പറയുന്നത് എന്താ പറയുന്നത്, പല കഥകളും പുറത്തു വരുന്ന, ചവിട്ടുക, ഇടിക്കുക, കുത്തുക, പല കഥകളുമുണ്ട്. അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോകും. നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറയും, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾ ശരിയായ പരിചരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സീനിയർ ലിവിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലഘട്ടമല്ല ഇത്. അതായത് നിങ്ങൾക്ക് സാധിക്കില്ല, ഇന്ത്യയിൽ പോകാൻ നോക്കാനും സാധിക്കില്ല. ഇത് ഇന്ത്യയിൽ ഒരു പക്ഷേ അഫോർഡബിൾ സീനിയർ കെയറിൻ്റെ ആവശ്യകത ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം
കാരണം നമ്മുടെ ജനറേഷൻ പ്രായമാകുന്നു. പഴയ പോലെയല്ല, ഏജ് ആവുന്ന ജനറേഷൻ കൂടി കൂടി വരികയാണ്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുക, വീടുകൾ നോക്കുക അസാധ്യമാണ്. സ്പെസിഫിക്കലി കേരളത്തിൽ ഇനി മലയാളിയുടെ ഒരു പക്ഷെ ചിന്താഗതി മാറേണ്ടിയിരിക്കുന്നു. അതായത് വൃദ്ധസദനം എന്ന് പറയുന്ന അമ്മനെയും അപ്പനെയും മകനെ അവിടെ കൊണ്ടാക്കി എന്നുള്ള ചിന്ത, ആ ഒരു ചിന്ത മാറേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഇതൊരു സൊല്യൂഷൻ അല്ല. ഈ പറഞ്ഞ ഹോം നേഴ്സോ അല്ലെങ്കിൽ വീടുകളിൽ അടുത്ത ആരും നാനി വരുന്നു, അല്ലെങ്കിൽ വീടുകളിൽ നോക്കാൻ അപ്പുറത്ത് ചേച്ചി വരുന്നു, ഒരു കാര്യസ്ഥനായിട്ട് തങ്കപ്പൻ വരുന്നു, തങ്കച്ചൻ വരുന്നു, അതായിരിക്കില്ല സൊല്യൂഷൻ. അതൊരു ലോങ് ടേം സൊല്യൂഷൻ അല്ല. ലോങ് ടേം സൊല്യൂഷൻ ഒരു പക്ഷെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ അസിസ്റ്റ് ലിവിങ് ആയിരിക്കാം. ഈ പറയുന്ന ഒരു അഫോർഡബിൾ അസിസ്റ്റ് ലിവിങ്ങിന് ഒരു പ്ലാൻ സർക്കാരുകൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഫീൽഡിലേക്ക് പ്രൈവറ്റ് പാർട്ടികൾ വന്നേ പറ്റൂ. അഫോർഡബിൾ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ കൂടെ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാം, പ്രായമായവർക്ക് ഇവിടെയൊക്കെ നഴ്സിംഗ് ഹോമുകളുണ്ട്. അതൊക്കെ വലിയ വലിയ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ചർച്ചാ വിഷയങ്ങളാണ്. അതൊക്കെ വലിയ സംഭവം. പക്ഷെ ഇന്ത്യയിൽ എങ്ങനെ നടപ്പിലാക്കാം? ഇവിടെ ബോംബെയിലും ഡൽഹിയിലുമൊക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. വലിയ വലിയ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ സൗകര്യങ്ങളൊക്കെ 2 സ്റ്റാർ സൗകര്യങ്ങളൊക്കെ കൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ വീടുണ്ടാക്കുന്നു. അപ്പോൾ അമേരിക്കയിലൊക്കെ സംഭവം എന്ന് പറയുന്ന 55+ എന്ന് പറയും, 55 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വീട് വാങ്ങാനേ പറ്റുള്ളൂ. അതായത് അവർക്ക് അവഴി മാത്രമുള്ള ഒരു സ്വർഗം അല്ലെങ്കിൽ ഒരു പ്രദേശം. അവർക്ക് 55 വയസ്സ് കഴിയുന്നു, അവിടെ വീട് വാങ്ങുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. അവർക്ക് അവരുടെ ആളുകളുമായി അവർ നടക്കാൻ ഇറങ്ങുന്നു. ആ അടുത്ത് തന്നെ ഒരു പക്ഷേ ഒരു ക്ലിനിക് ഉണ്ടായിരിക്കാം. അവർ വന്ന് നോക്കുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ കെയർ ടൗണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്പെഷ്യൽ കെയറുകൾ കൊടുക്കുന്നതായിരിക്കും. ഇനി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഈ പറഞ്ഞ വൃദ്ധരുടെ അവസ്ഥ അതിഭയാനകമായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ കയ്യിലേക്കാണ് ഇവർ കിട്ടാൻ പോകുന്നത്. ഇതേപോലുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിൽ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇതൊരു വലിയൊരു കൺസേൺ ആണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു പ്രായമായവരെ ഇവിടെ എന്ത് ചെയ്യുമെന്നുള്ളത്. കാരണം അടുത്തൊരു വർഷങ്ങൾക്കുള്ളിൽ ഇനിയും കൂടുതൽ സംഖ്യ കൂടും. അപ്പോൾ ഞാൻ വിദേശത്തുള്ള മക്കളോട് പറയുകയാണ്, നിങ്ങൾ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നു എന്ന് കരുതി വീട് സേഫ് ആവില്ല. അവരും ഒരു പക്ഷേ അവരും പണത്തിന് വേണ്ടിയാണ്. അവർക്കെല്ലാം ഒരു പക്ഷേ അതിലിപ്പം എല്ലാവരും കള്ളന്മാരും എല്ലാവരും മോശക്കാരും ഒന്നല്ല പറച്ചില്ല. അതൊക്കെ ഈ ഫീൽഡിനോട് താല്പര്യമായി വരുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ 3/4 പങ്കും പേരും വരുന്നത് ഒരു ട്രെയിനിങ്ങും ഇല്ല, ഒന്നുമില്ല, എങ്ങനെയെങ്കിലൊക്കെ തട്ടി മുട്ടി പോവുക എന്നുള്ളതാണ്. ഇതൊരു സൊല്യൂഷൻ അല്ല. സൊല്യൂഷൻ കണ്ടെത്തേണ്ട സർക്കാരുകളും പ്രൈവറ്റ് പാർട്ടികളുമാണ്. വൃദ്ധരെ, അതായത് ഞാനടക്കം ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഏജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ പ്ലാനിങ് ആരംഭിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പുകാരുടെയും മുച്ചിട്ടുകളിക്കാരുടെയും കൈകളിൽ നമ്മുടെ വാർദ്ധക്യം ചെന്ന് വിടും. അവർ നമ്മൾ അങ്ങോട്ടും തട്ടും ഇങ്ങോട്ടും തട്ടും. നമ്മുടെ കാര്യം അധോഗതി.